പാഠം 681 കൈവിട്ട ചില കളികൾ. ഹലോ, അതെ. വിദ്യ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇനി ഞാൻ വരാൻ കുറച്ച് വൈകും. ഇവിടുത്തെ ജോലിക്കാരിയില്ലേ, ആ ജാനകി, അവക്ക് വീട്ടിലൊന്ന് പോണെന്ന്. അവളെ പെണ്ണ് കാണാൻ ആരാ വരുന്നു. കുറച്ചു മുന്നേ ഫോൺ വന്നത്. ഇനിയിപ്പോ അടുക്കള ജോലി മുഴുവൻ ഞാൻ ചെയ്യണ്ടേ. എന്തായാലും 10:30 മുന്നേ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെ. രാവിലത്തെ കേസ് നീ ഒന്ന് കൈകാര്യം ചെയ്തേക്കണേ. ശരി. ഇതുവരെ കഴിഞ്ഞില്ലേ? മണി 8 ഇപ്പൊ ഇറങ്ങിയല്ലേ 10 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്താൻ പറ്റൂ. അവര് വരുന്ന എത്ര മണിക്കാ? 11:11 പറഞ്ഞത്. 10 മണിക്കെത്തി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വേണ്ടേ ചെറുക്കന്റെ വീട്ടുകാരുടെ മുന്നിൽ ചെല്ലാൻ. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട. ഇതിപ്പോ 5ാമത്തെ പെണ്ണ് കാണല്ലേ ചേച്ചി. ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഒരു വേഷം കെട്ടല്ലേ. പിന്നെ അമ്മ നിർബന്ധിക്കുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത്. നീ ഇതിലൊന്നും വിഷമിക്കണ്ട. ഇത്തവണ എന്തായാലും ഇത് ശരിയാവും. ഇതൊന്നും ശരിയാവില്ല ചേച്ചി. ചേച്ചി നോക്കിക്കോ, ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചെത്തും. ഇന്നോ? മാത്രമല്ല എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരികയും ചെയ്യുമല്ലോ. വന്നില്ലെങ്കിലോ? 1 മാസത്തെ ശമ്പളം കൊടുത്താൽ അവൾ അതുമായി പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ? ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്നാണ് അവള് പറഞ്ഞത്. തിരിച്ചു വരാനല്ലെങ്കിൽ പിന്നെ പൈസ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചോട്ട് പോയില്ലേ അവള് ചെയ്യുള്ളൂ. ഈ പെണ്ണ് കാണലൊക്കെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നടത്തുന്ന ഒരു ചടങ്ങാണ്. പറ്റേ ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചു വരാന്ന് അവള് പറഞ്ഞിരിക്കുന്നേ. നീ അത് കേട്ട് സന്തോഷമായിട്ട് പോന്നു. ആമേ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവളുടെ വിവാഹം. സത്യം പറയാലോ ചേട്ടാ, നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഏറ്റവും പാടുള്ള ഒരു വിഭാഗമാണ് ഈ വേലക്കാരികള്. ഒരൊറ്റ എണ്ണത്തിന് കിട്ടാനില്ലെന്നേ. ഇനിയിപ്പോ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാലോ ഭയങ്കര ശമ്പളം ചോദിച്ചു കളയും. ശമ്പളം പ്രശ്നമല്ല, ജോലിയൊക്കെ അറിയാവുന്ന നല്ല അടക്കോ ഒതുക്കമുള്ള ഒരു പെൺകൊച്ചിനെ കിട്ടിയാൽ 6,000 രൂപ മാസം കൊടുക്കാം. 6,000 രൂപ അല്ലല്ലോ ഈനാശേട്ട ഇവിടെ പ്രശ്നം. ആളെ നമുക്ക് കിട്ടണ്ടേ. ഉത്തമ, ജീവിത ചെലവുകൾ റോക്കറ്റ് പോലെ ഉയരുകയാണ്. അതിനിടയിൽ മാസം 4,000 രൂപ ശമ്പളം കൊടുത്ത് ഒരു ജോലിക്കാരോട് നിർത്താൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവൾ ഒഴിവാക്കാൻ പറ്റൂ. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലേക്കുള്ള ബസ് കിട്ടില്ലേ? ചേട്ടാ, അതിപ്പോ വലിയ കഷ്ടമായല്ലോ. ഇനിയിപ്പം ജാനകിയെ കാണണമെന്നുണ്ടെങ്കിൽ വീട് വരെ പോണല്ലോ. എന്താ കാര്യം? അല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അവളോട് പറയേണ്ടതാ. അവളെ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയില്ലേ? മൊബൈൽ ഫോണില്ല, അവളുടെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ ഉണ്ട്. അത് വേണോ? അതെന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ അവള് വീട്ടിൽ ചെല്ലണ്ടേ? ഒരു അത്യാവശ്യ കാര്യമായിരുന്നു. അതെന്താണ് ഉത്തമ അങ്ങനെ ഒരു അത്യാവശ്യം? മിക്കവാറും പെണ്ണ് കാണൽ കഴിഞ്ഞ് ഇന്ന് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് അവൾ എന്റെ അടുത്തും പോയത്. അവൾക്ക് കല്യാണത്തിന് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം വഴിയിൽ വെച്ച് കണ്ടപ്പോ ഈനാശേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞതാ. ജാനകി പോകുന്നതിന് മുമ്പ് അവളോട് വിവരം പറയാൻ ഞാൻ ഓടി വന്നതാ. ഈനാശ ചേട്ടാ അവൾക്ക് ജോലി കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അവള് വീട്ടിലൊന്ന് എത്തിക്കോട്ടെ, ഞാൻ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞോളാം. ഇനി ജാനകിയുടെ ശല്യം സാറിന് ഉണ്ടാവേ ഇല്ല. പിന്നെ സാറിനെ കൂടെ ഓർത്താണല്ലോ ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങിയത്. പിന്നെ സാറേ, 2 കാര്യമുണ്ട്. ഒന്ന്, ഞാനാണ് ജാനകിയെ ഈനാശ ചേട്ടന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു എന്ന് വക്കീൽ അറിയരുത്. ജാനകി പറയാതെ ഞാൻ നോക്കിക്കോളാം, സാറ് പറയാതിരുന്നാ മതി. ഇല്ല, ഞാനും പറയില്ല. പിന്നെ 2, ഈനാശു ചേട്ടൻ എങ്ങാനും വിളിച്ച് ജാനകിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ വളരെ നല്ല സ്വഭാവം എന്ന് സാറ് പറയണം. ജാനകിക്ക് ഇപ്പൊ ഈനാശു ചേട്ടന്റെ വീട്ടിൽ ജോലി കിട്ടേണ്ടത് ജാനകിയേക്കാൾ ആവശ്യം സാറിനാണ്, അത് മറക്കരുത്. ഒരിക്കലും ജാനകിയുടെ സ്വഭാവം നല്ലതാണോ എന്ന് ചോദിച്ച് ഈനാശ് ചേട്ടന് ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യം വരിക പോലുമില്ല. അതാണ് സാറേ. മോഹനേഷ് സാർ അങ്ങോട്ട് വിളിക്കുമല്ലോ. ജാനകി തിരിച്ചു വരില്ല എന്ന് ഞാൻ സമ്മതിച്ചു തരണോ, അതോ അവൾ തിരിച്ചു വരേണ്ട കാര്യമില്ല എന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കണോ? രണ്ടുമല്ല. ഇന്ന് രാവിലെ ജാനകി ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നീ ഒരു ജോലിയും ചെയ്തില്ല. ഒടുവിൽ അവൾക്ക് ഫോൺ വന്ന് പോകേണ്ടി വന്നപ്പോ നിന്റെ സഹകാല പ്ലാനിങ് തെറ്റി. എന്റെ ഒരു കാര്യവും സമയത്ത് നടന്നില്ല. മിക്കവാറും ഞാൻ ഓഫീസിൽ പോകുമ്പോ വൈകും. ഇനി ജാനകി നാളെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച്
നീ നാളെയും ഒന്നും ചെയ്യില്ല. ഒടുവിൽ അവൾ വരില്ല എന്ന് മനസ്സിലാകുമ്പോഴേക്കും നാളെയും വൈകും. അങ്ങനെ എന്നും വൈകി ഓഫീസിൽ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നാളെ ജാനകി വരില്ല എന്ന കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. ജാനകി നാളെ വരൂ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ എന്റെ 2.5 പൗണ്ട് ഒരു മാലയും 2 വളയും ഞാൻ അവൾക്ക് കൊടുത്തു വിട്ടത്. എന്താ അവൾക്ക് കൊടുത്തത്?